വെൽക്കം ടു PSC സ്റ്റുഡിയോ. നമ്മളിന്ന് 7ാം ക്ലാസ്സിൻ്റെ ചാപ്റ്റർ 10 നോക്കാൻ പോകുന്നത്, നമ്മുടെ ഭരണഘടന. അതിനു മുൻപ് ഒന്ന് ചോദിച്ചോട്ടെ, ആർ യുവർ എക്സ്ക്യൂസസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ യുവർ ഡ്രീംസ്? നമ്മുടെ ഡ്രീംസിനെക്കാട്ടിലും വലുതാണോ നമ്മുടെ എക്സ്ക്യൂസസ്? ഒന്ന് ചിന്തിക്കണേ. അപ്പം ഈ ചാപ്റ്റർ തുടങ്ങുമ്പോഴേ ഒരു പേപ്പർ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. രാജ്യം വർണ്ണാഭമായി റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഒരു പേപ്പർ കട്ടിങ്ങിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മുടെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നത് ആരാ? രാഷ്ട്രപതിയാണ് അല്ലേ? നമ്മുടെ ഫ്ലാഗ് ഉയർത്തുന്നത് രാഷ്ട്രപതിയാണ്. എവിടെ വെച്ചിട്ടാണ് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ നടക്കുന്നത്. ഇവിടെ പറയുന്നതിൽ 65ാമത് റിപ്പബ്ലിക് ഡേ ആണ്. ഇപ്പം ഇനി 2024 വരാൻ പോകുന്നത് അല്ലേ? 2024 വരാൻ പോകുന്നത്. അത് നമ്മുടെ എത്രാമത്തെ റിപ്പബ്ലിക് ഡേ ആണ്? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇനി വരാൻ പോകുന്നത് നമ്മുടെ എത്രാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാ റിപ്പബ്ലിക് ഡേയിലും നമുക്ക് ഓരോ ചീഫ് ഗസ്റ്റ് ഉണ്ടാവും അല്ലേ? നമ്മളെപ്പോഴും പഠിക്കുന്ന, ഇപ്രാവശ്യം ഇദ്ദേഹമായിരുന്നു ചീഫ് ഗസ്റ്റ്, അങ്ങനെയൊക്കെ ഓരോന്നും പഠിക്കുന്ന. എങ്കിൽ 2023 ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ പ്രസിഡൻ്റ് ആയിരുന്ന അബ്ദൽ ഫത്തഹ് അൽ സീസി ആയിരുന്നു 2023 ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇനി 2024 ചീഫ് ഗസ്റ്റ് ആരാണ്? അതൊന്ന് കമൻറ്റ് ചെയ്യണം. 2024 ചീഫ് ഗസ്റ്റ് ആരാന്ന് പറയണം. അതുപോലെ 2024 എത്രാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നതെന്നും പറയണം. അതുപോലെ ഈ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണെന്ന് പറഞ്ഞു അല്ലേ? ഇതിൻ്റെ ഒരു പരേഡ് നടക്കുന്നുണ്ട്, റിപ്പബ്ലിക് ഡേ പരേഡ്. ഇത് നടക്കുന്നത് രാജ്പഥിലാണ്. രാജ്പഥിൻ്റെ ഇപ്പോഴത്തെ പേര് കർത്തവ്യപഥ് എന്നാണ്. രാജ്പഥിലൂടെയാണ് റിപ്പബ്ലിക് ദിന പരേഡുകൾ നടത്തുന്നത്. രാജ്പഥിൻ്റെ ഇപ്പോഴത്തെ പേരെന്ന് പറയുന്നത് കർത്തവ്യപഥാണ് രാജ്പഥിൻ്റെ ഇപ്പോഴത്തെ പേരെന്ന് പറയുന്നത്. അതുപോലെ എന്നാണ് റിപ്പബ്ലിക് ഡേ? നമുക്കറിയാം, ജനുവരി 26 ആണ് അല്ലേ? റിപ്പബ്ലിക് ഡേ ജനുവരി 26 ആണ്. ഓക്കെ, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ജനുവരി 26 ആണ് അല്ലേ? എന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്? 1950 ജാനുവരി 26 ആണ്. അതുകൊണ്ടാണ് ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അതിനു മുൻപ് എന്താണ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ? റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താ? തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവനായിട്ടുള്ള സംവിധാനത്തിനെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവനായുള്ള സംവിധാനമാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ആരാണ്? ആ രാഷ്ട്രത്തലവനാണ് നമ്മുടെ റിപ്പബ്ലിക് ഡേയിൽ പതാക ഉയർത്തുന്നത്. ആരാണ്? രാഷ്ട്രപതിയാണ് അല്ലേ? അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ റിപ്പബ്ലിക് എന്താണ്? റിപ്പബ്ലിക് എന്ന് പറയുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവനായിട്ടുള്ള സംവിധാനമാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷം നടക്കുന്ന എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് അല്ലേ? ന്യൂഡൽഹിയിലാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളൊക്കെ നടത്തുന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് എവിടെയാണ്? രാജ്പഥിലാണ്. റിപ്പബ്ലിക് ദിന പരേഡ് നടത്തുന്നതും രാജ്പഥിലാണ്. ഇപ്പോഴത്തെ പേരെന്താണ്? കർത്തവ്യപഥ് എന്നാണ്. രാജ്പഥിൻ്റെ ഇപ്പോഴത്തെ പേര് കർത്തവ്യപഥാണ്. എല്ലാ വർഷവും നമുക്ക് എന്തുണ്ട്? ചീഫ് ഗസ്റ്റുകൾ ഉണ്ടാവും. 2023 ചീഫ് ഗസ്റ്റ് ആയിരുന്നത് ആരാണ്? ഈജിപ്ഷ്യൻ പ്രസിഡൻ്റായ അബ്ദൽ ഫത്തഹ് അൽ സീസി ആണ്. അതുപോലെ 2021-22 കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, കോവിഡ് ആയിരുന്നു. ആ സമയത്ത് ചീഫ് ഗസ്റ്റുകൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. 2020 ബ്രസീൽ പ്രസിഡൻ്റ് ആയിരുന്ന
ജെയർ ബോൾസനാരോ ആയിരുന്നു. ബ്രസീലിയൻ പ്രസിഡന്റ് ജെയർ ബോൾസനാരോ ആയിരുന്നു. ഇനി 2024 എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് നാം ആഘോഷിക്കാൻ പോകുന്നത്? 74 2024 നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് 74. എളുപ്പമുണ്ട് ഓർക്കാൻ. 2024 74ാമത് റിപ്പബ്ലിക് ഡേ ആണ് ആഘോഷിക്കാൻ പോകുന്നത്. അതിൻ്റെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? US പ്രസിഡൻ്റ് ആണ്. US പ്രസിഡൻ്റ് ആര് ഇപ്പോഴത്തെ? ആരാണ്? ജോ ബൈഡൻ ആണ് ഇപ്പോഴത്തെ US പ്രസിഡന്റ്. ജോ ബൈഡൻ ആണ് 2024 നമ്മുടെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് വരാൻ പോകുന്നത്. 74ാമത് റിപ്പബ്ലിക് ദിനമാണ്. ഓക്കെ, അടുത്ത പേജിലേക്ക് പോയാൽ, എല്ലാ വർഷവും ജനുവരി 26 നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഭരണഘടന നിലവിൽ വന്നതോടുകൂടി ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറി. തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവനായുള്ള സംവിധാനമാണ് റിപ്പബ്ലിക്ക്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണമെന്ന് ഭരണഘടന പ്രഖ്യാപിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഓക്കെ, ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലേ. നമ്മൾ എന്നാണ് റിപ്പബ്ലിക് ആയത്? 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയത്. അതുകൊണ്ട് ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ദിനം ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഇതൊക്കെ ബേസിക്കായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. അപ്പം റിപ്പബ്ലിക് എന്താണ്? റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താ? തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവനായുള്ള സംവിധാനമാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ആരാണ്? അത് പ്രസിഡന്റ് ആണ്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ആണ്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു അല്ലേ. ആദ്യത്തെ പ്രസിഡന്റ് ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അല്ലേ. ഇനി ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഭരണഘടന? ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന. രാഷ്ട്രത്തിൻ്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ്. ഏതൊരു രാഷ്ട്രത്തിലും ഭരണം നടക്കുന്നത് ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് അല്ലേ. അപ്പം എന്താണ് ഭരണഘടന എന്ന് പറയുന്നത്? ഒരു രാഷ്ട്രത്തിൻ്റെ ഇപ്പം നമ്മുടെ ഇന്ത്യ എടുത്താൽ ഇന്ത്യയുടെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ആശയങ്ങളും അതുപോലെ തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ഒരു ബുക്കെന്ന് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഭരണഘടനയെ പറയാം അല്ലേ. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഓക്കെ, ഒരു രാഷ്ട്രത്തിൻ്റെ അവിടെ എന്താണ് ഭരണം നടക്കുന്നത്, ഭരണം നടത്താൻ വേണ്ട നിയമങ്ങൾ ഒക്കെ എവിടെ നിന്നാണ് വരുന്നത്? ആ ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് അല്ലേ. ഏതൊരു രാഷ്ട്രത്തിലും ഭരണം നടക്കുന്നത് ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അത് ഏത് രാഷ്ട്രമാണേലും ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഒരു രാജ്യത്ത് എന്ത് നടക്കുന്നത്? ഭരണം നടക്കുന്നത്. ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ജനങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ടാണ് ഭരണഘടന രൂപീകരിക്കുന്നതും അതിൽ മാറ്റം വരുത്തുന്നതും. തികച്ചും ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ടതെന്നത് നമുക്ക് ഏറ്റവും അഭിമാനകരമാണ്. സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഫലമായി ഉയർന്നു വന്ന ആശയങ്ങളുടെയും സങ്കല്പങ്ങളുടെയും പ്രതിഫലനമാണ് ഇന്ത്യൻ ഭരണഘടന. നമ്മുടെ ഇന്ത്യ പോലുള്ളൊരു ഡെമോക്രാറ്റിക് കൺട്രിയിലൊക്കെ ജനങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ടാണ് ഭരണഘടന രൂപീകരിക്കുന്നതും അതിൽ മാറ്റം വരുത്തുന്നതൊക്കെ. തികച്ചും ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ടത് എന്നത് നമുക്ക് ഏറ്റവും അഭിമാനകരമാണ് അല്ലേ. ഒരുപാട് ചർച്ചകളും സംവാദങ്ങളും
ആശയങ്ങൾ എന്താണ്, അതിൽ നിന്നൊക്കെ വന്ന ആശയങ്ങളുടെയും സങ്കല്പങ്ങളുടെയൊക്കെ പ്രതിഫലനമാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ നോക്കിപ്പോ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്കറിയാം ഒരു പ്രീയാമ്പിൾ ഉണ്ട്. ആ പ്രീയാമ്പിള് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന. അതുപോലെ 395 അനുച്ഛേദങ്ങൾ, 12 പട്ടികകൾ, 22 ഭാഗങ്ങൾ, അതുപോലെ 98 ഭേദഗതികൾ അല്ലെങ്കിൽ അമെൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ. ഈ 395 ആർട്ടിക്കിൾസ് അല്ല, അതിന് മേളിൽ ഇപ്പോൾ ആർട്ടിക്കിൾസ് ഉണ്ട്. അതുപോലെ എന്താണ് 12 പട്ടികകളാണ് ഉള്ളത്. അതുപോലെ 22 ഭാഗങ്ങൾ. ഭേദഗതികൾ ഇപ്പം ലേറ്റസ്റ്റ് അനുസരിച്ചിട്ട് 105 ഭേദഗതികൾ വരെ വന്നിട്ടുണ്ട്. 105 ഭേദഗതികളാണ്. ഓക്കെ, ഇനി 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരണത്തിനായിട്ട് വേണ്ടി വന്നത്. അപ്പം ഇതെപ്പോഴും ചോദിക്കാറുള്ളൊരു ഇതാണ്. എത്രയാണ്? 2 വർഷം 11 മാസം 17 ദിവസമാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കാൻ എടുത്ത ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ഓർത്തോണം. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, എല്ലാം പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പേജിൽ 37ാമത്തെ പേജാണ്. ഇനി ഇന്ത്യൻ ഭരണഘടന നിർമ്മാണം. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 46 ഡിസംബർ 9 ചേർന്നു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ. തുടർന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ പ്രവർത്തനം തുടങ്ങിയത്. ഇത്തരം കമ്മിറ്റികളിൽ ഒന്നാണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി. വിശദമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. ഈ ദിനം ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. എന്നാൽ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 അന്നു മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി. അപ്പം ഈ ഒരു ഇത്രയും നോക്കാം. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണം. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് എങ്ങനെയാണ്? ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചുകൊണ്ടാണ്. ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചതായിരുന്നു. ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലേ? ആദ്യ സമ്മേളനം നടന്നത് 46 ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 46 ഡിസംബർ 9 ഓർത്തോണം. ആരായിരുന്നു അധ്യക്ഷൻ ആ ഒരു സമ്മേളനത്തിൻ്റെ? അത് ഒരു താൽക്കാലിക അധ്യക്ഷനായിരുന്നു. അതാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. താൽക്കാലിക അധ്യക്ഷനായിട്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. പിന്നീട് സ്ഥിര അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഈ ഭരണഘടന നിർമ്മാണ സഭ പ്രവർത്തനം തുടങ്ങിയത് പല പല കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ടാണ്, അല്ലേ? അതിൽ മെയിനായിട്ടുള്ളൊരു കമ്മിറ്റിയായിരുന്നു ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി വന്ന ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഓക്കെ, ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ്.
ആ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അദ്ദേഹമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ കമ്മിറ്റികൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ? ഈ കമ്മിറ്റികളുടെ എല്ലാം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അംബേദ്കറുടെ നേതൃത്വത്തിൽ കമ്മിറ്റി ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി, ഒരു കരട് തയ്യാറാക്കി. പിന്നീട് എന്താണ്? കരട് തയ്യാറാക്കി പിന്നീട് കുറേ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ 49 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. നമ്മൾ റിപ്പബ്ലിക് ഡേ വധിക്കുന്ന എന്നാ? 1950 ജനുവരി 26. ഇത് ശ്രദ്ധിച്ചോണം. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നത്. അതുകൊണ്ട് നവംബർ 26 എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഭരണഘടനാ ദിനം എന്നാണ് അറിയപ്പെടുന്നത്. ഭരണഘടനാ ദിനമാണ്. ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ്. ഇത് നവംബർ 26 ഭരണഘടനാ ദിനമാണ്. ഓക്കെ, നമ്മൾ ജനുവരി 26 1950 ഇന്ത്യ എന്തായി? റിപ്പബ്ലിക്കായി. അതായത് അന്ന് മുതലാണ് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആവുന്നത്. ഓർത്തോണം. ഇവിടെ ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണമാണ് അല്ലേ? അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുകയായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലേ? ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചതാണ്. അതിൻ്റെ ആദ്യ സമ്മേളനം നടന്ന എന്നാ? 1946 ഡിസംബർ 9. 46 ഓർത്തോണേ. 46 ഡിസംബർ 9. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 47 അതിനു മുൻപേ ഭരണഘടനാ നിർമ്മാണ സഭ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർത്തോണം. 46 ഡിസംബർ 9 ആ ഒരു സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. താൽക്കാലിക അധ്യക്ഷനായിരുന്നു. പിന്നീട് സ്ഥിര അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് ആരെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ആയിരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സ്ഥിര അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ വന്നു. അതിനുശേഷം എന്താണ്? ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ കുറച്ച് കമ്മിറ്റികളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കമ്മിറ്റി ഏതായിരുന്നു? കരട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഒരു പേരിൽ അറിയപ്പെടുമല്ലോ. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ദ ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ് അല്ലേ? അങ്ങനെ എന്താ? ഭരണഘടനാ നിർമ്മാണ സഭയിലെ പല കമ്മിറ്റികളുണ്ടെന്ന് പറഞ്ഞു. ഈ കമ്മിറ്റികളൊക്കെ എന്താണ്? ഓരോ പഠനങ്ങൾക്ക് ശേഷം അതിൻ്റെ റിപ്പോർട്ടുകൾ കൊടുത്തു. ഈ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ കമ്മിറ്റി എന്ത് ചെയ്തു? ഒരു കരട് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കി അല്ലേ? ഈ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ട് വീണ്ടും ചർച്ചകളും സംവാദങ്ങളും ഇതിനൊക്കെ ശേഷം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. അംഗീകാരം നൽകിയതാണ് 49 നവംബർ 26. ഓക്കെ, നവംബർ 26 അംഗീകാരം നൽകി. ഭരണഘടനയുടെ ആമുഖം, പ്രിയാമ്പിള്. ഇവിടെ നമ്മുടെ ആമുഖത്തിൻ്റെ ഒരു രൂപം കൊടുത്തിട്ടുണ്ട്. അത് നോക്കാം. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും
നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. 1976 ഭരണഘടന 42 ഭേദഗതി ആക്ട് 2 വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം ചേർത്തത് 3/1/1977 മുതൽ പ്രാബല്യം. മേൽപ്പറഞ്ഞ ആക്ട് 2 വകുപ്പ് പ്രകാരം രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം ചേർത്തത് 3/1/1977 മുതൽ പ്രാബല്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ആമുഖം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ പറയുന്നുണ്ട്, നമ്മുടെ ആമുഖം നിലവിൽ വരുമ്പം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായിരുന്നു ഉണ്ടായിരുന്നത്. പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 1976 42 അമെൻമെന്റ് ആക്ടിലാണ് എന്ത് വന്നത്? സ്ഥിതി സമത്വ മതേതര, ഈ 2 വേർഡും കൂടി ആഡ് ചെയ്തത്. സ്ഥിതി സമത്വവും മതേതരവും ഈ 2 വേർഡും കൂടെ ആഡ് ചെയ്തു. പിന്നീട് ജനുവരി 3, 1977 മുതലാണ് എന്ത് വന്നത്? പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ട് നമ്മുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയത്. ഓക്കെ, ആദ്യം ഉണ്ടായിരുന്നത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമായിരുന്നു. പിന്നീട് സ്ഥിതി സമത്വ മതേതര എന്നും കൂടെ വന്നു. അതായത് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ട് മാറി. അപ്പം പരമാധികാരം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ സോവറിൻ എന്നാ പറയുന്നത്. സോവറിൻ. സ്ഥിതി സമത്വം സോഷ്യലിസ്റ്റ് ആണ്. മതേതര എന്ന് പറഞ്ഞാൽ സെക്കുലർ. ജനാധിപത്യ ഡെമോക്രാറ്റിക്. റിപ്പബ്ലിക് തന്നെ. അപ്പം സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ഇതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ട വേർഡ്സ് എന്ന് പറഞ്ഞാൽ നീതിയും സ്വാതന്ത്ര്യവും സമത്വവും അതുപോലെ തന്നെ സാഹോദര്യവും. അപ്പം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും എന്തൊക്കെ നമ്മുടെ ജനങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ സാമൂഹ്യമായിട്ടുള്ള നീതി വേണം, സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതിയും വേണം. അതുപോലെ സ്വാതന്ത്ര്യം, എന്തിനൊക്കെയുള്ള സ്വാതന്ത്ര്യം? ചിന്തയ്ക്കും ആശയ പ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും. അതുപോലെ പദവിയിലും അവസരത്തിലും സമത്വവും. സമത്വം പദവിയിലും വേണം, അതുപോലെ അവസരത്തിലും വേണം. ഓക്കെ, പിന്നെ സാഹോദര്യം എല്ലാവരും പരസ്പരം വെച്ചു പുലർത്താൻ പറയുന്നുണ്ട്. വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും. ഇവിടെ രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്ന് പറയുന്ന ടേം വന്നതും 42 അമെൻമെന്റ് ആക്ടിൽ തന്നെയാണ്. 42ാമത്തെ അമെൻമെന്റ് ആക്ടിൽ തന്നെയാണ് ആ ഒരു ടേം വരുന്നത്. അതും നിലവിൽ വരുന്നത് 1977 ജനുവരി 3 മുതലാണ് ഇതും പ്രാബല്യത്തിൽ വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണെങ്കിൽ ആമുഖത്തിന്റെ തുടക്കം എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ആമുഖത്തിൽ പറയുന്ന നീതി ഏതെല്ലാം തരത്തിലാണ് വേണ്ടേ? സാമൂഹികമായിട്ടുള്ള നീതി, സാമ്പത്തിക രാഷ്ട്രീയമായിട്ടുള്ള നീതി വേണം. സ്വാതന്ത്ര്യം എന്തിനൊക്കെയാ? ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും സ്വാതന്ത്ര്യം വേണം. അതുപോലെ പദവിയിലും അവസരത്തിലും സമത്വം വേണം. പിന്നെ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് സ്വാതന്ത്ര്യവും പുലർത്താനും. ഓക്കെ, പിന്നെ ഇവിടെ പരമാധികാര സ്ഥിതി സമത്വം മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ടെന്നല്ലേ. അപ്പൊ ഇതെങ്ങനെ ഓർത്തു വെക്കാന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നമുക്ക് പെട്ടെന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലാർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഞാൻ ഓർത്തു വെച്ചേക്കുന്നത് സേ ഡോക്ടർ നാ. സേ ഡോക്ടർ.
ആദ്യത്തെ രണ്ടും സോയാന്ന് കിട്ടി, മൂന്നാമത്തെ സെക്യുലർ, പിന്നെ ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഇനി ആദ്യത്തെ രണ്ട് സോയും എങ്ങനെ മാറിപ്പോകാതിരിക്കും എന്ന് ഓർത്താൽ മതി. അപ്പം ഫസ്റ്റ് പരമാധികാരമാണ്, രണ്ടാമതെന്ന് പറയുന്നത് സ്ഥിതിസമത്വ, സോഷ്യലിസ്റ്റ് ആണ് അല്ലെ. അപ്പൊ ഈ രണ്ട് വാക്കും എന്തായാലും ഒന്നിച്ച് വന്നതാ 1976 42ാം അമെന്റ്മെന്റ് ആക്ടിൽ വന്നതാ. ആ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓർക്കാം, ബി സി എന്ന് ഓർക്കാം. ആദ്യം വി ആണ്, പിന്നീടാണ് സി. അപ്പൊ ആദ്യം സോവറിൻ, ദെൻ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. പിന്നെ നമ്മുടെ ഭരണഘടനയിൽ ആകെ ഉള്ള ഒരു ഡേറ്റ് എന്ന് പറയുന്നത് 1949 നവംബർ 26 എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ് മാത്രം. ഭരണഘടനയിലല്ല, സോറി, ആമുഖത്തിൽ പറയുന്ന ആകെയുള്ളൊരു ഡേറ്റ് എന്ന് പറയുന്നത് 1949 നവംബർ 26 ആണ്. ഓക്കെ, അന്നാണ് നമ്മുടെ ഭരണഘടന എന്താണ് അംഗീകരിക്കുന്നത്. അതുകൊണ്ട് നവംബർ 26 ആണ് ഭരണഘടനാ ദിനം എന്നറിയപ്പെടുന്നതൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞു അല്ലെ. ഇത്രയും ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ നോക്കാം. അപ്പൊ നമ്മുടെ ആമുഖം ആരംഭിക്കുന്ന എന്താണ്, ഏത് വാചകത്തോടെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം അല്ലെ. ഇതില് വേണമെങ്കിൽ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് ഒക്കെ അതിന്റെ ഓർഡർ മാറ്റി തന്നിട്ട് അതൊന്ന് റീഅറേഞ്ച് ചെയ്യാനൊക്കെ വേണം ചോദിക്കാം. അങ്ങനെയാണ് ഓർത്തോണം. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് ആണ്. പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. പിന്നെ നീതി എന്തിനൊക്കെയാണ് വേണ്ടത്? സാമൂഹ്യമായിട്ട് വേണം, സാമ്പത്തികമായിട്ട് വേണം, രാഷ്ട്രീയമായിട്ട് വേണം. അതുപോലെ സ്വാതന്ത്ര്യം എന്തിനൊക്കെയാ? ചിന്തയ്ക്ക്, ആശയപ്രകടനത്തിന്, വിശ്വാസത്തിന്, മതനിഷ്ഠയ്ക്ക്, ആരാധനയ്ക്ക്. സമത്വം പദവിയിലും വേണം, അവസരത്തിലും വേണം അല്ലെ. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്? വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്താനും കഴിയണം. ഇതൊക്കെ നമ്മുടെ ആമുഖത്തിലാണ് ഇത്രയൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നതാണ് അതിന്റെ ആമുഖം. ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സത്യയും ഭരണഘടനയുടെ താക്കോലുമാണ് ആമുഖം എന്ന് പറയാം. ഭരണഘടനയുടെ ഉദ്ദേശവും ലക്ഷ്യവും ആമുഖത്തിൽ വ്യക്തമാക്കുകയും കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇത്രയും നോക്കിയിട്ട് പോ. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നത് എവിടെയാ? അത് ആമുഖത്തിലാണ്. ഓക്കെ, അപ്പം ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലുമാണ് ആമുഖം എന്ന് പറയാം. ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലുമാണ് ആമുഖം എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ആ ഒരു ആമുഖം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭരണഘടന എന്താണ് ഉദ്ദേശിക്കുക എന്നുള്ള കാര്യം നമുക്ക് കിട്ടും അല്ലേ. അതെ, നമ്മുടെ ഭരണഘടനയുടെ ഉദ്ദേശവും അതുപോലെ ലക്ഷ്യവും ആമുഖത്തിൽ വ്യക്തമാക്കുകയും കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാം. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നത് അതിന്റെ മൗലിക അവകാശങ്ങളിലാണ് അല്ലെ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പോയിന്റ് ആമുഖത്തിലാണ്. എന്താണ് ഒന്ന് മാത്രം ശരി, രണ്ട്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ നമ്മുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലുമാണ് ആമുഖം എന്ന് പറയാം. അതുപോലെ ഭരണഘടനയുടെ ഉദ്ദേശവും ലക്ഷ്യവും ആമുഖത്തിൽ വ്യക്തമാക്കുകയും കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുന്ന ഡയഗ്രാം നോക്കൂ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അടിസ്ഥാന ലക്ഷ്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞ ആദ്യം എന്താണ്? സോവറിൻ, ദെൻ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. അപ്പം ആദ്യം സോവറിൻ അല്ലെങ്കിൽ പരമാധികാരം. ഓക്കെ, രണ്ടാമത് ഏതാ? സ്ഥിതി സമത്വം.
ആണോ? സ്ഥിതി സമത്വം. പിന്നെ 3 സെക്കുലർ, 4 ഡെമോക്രാറ്റിക്, 5 റിപ്പബ്ലിക്കൻ. അപ്പൊ എന്താണ് പരമാധികാരം എന്ന് നോക്കാം. ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനുള്ള രാഷ്ട്രത്തിന്റെ അധികാരമാണ് പരമാധികാരം എന്ന് പറയുന്നത്. നമ്മുടെ രാഷ്ട്രത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിന് ഉള്ളിലാണ് എന്തെങ്കിലും പ്രശ്നമെങ്കിൽ, നമ്മുടെ രാഷ്ട്രത്തിനകത്ത് എന്തെങ്കിലും കലാപങ്ങളോ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഇപ്പൊ US വന്നിട്ടല്ല നമ്മുടെ രാജ്യത്ത് ഒരു പ്രശ്നം വന്നാൽ തീരുമാനമെടുക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് തന്നെയാണ് അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്, അല്ലെ? അതുപോലെ തന്നെ ഇപ്പം പുറമേ നിന്ന് എന്തെങ്കിലും അറ്റാക്ക് വന്നാലും വേറൊരു രാജ്യം വന്നിട്ടല്ല നമ്മുടെ രാജ്യത്തിന്റെ തീരുമാനം എടുക്കുന്നത്, നമ്മൾ തന്നെയാണ്. അതാണ് പരമാധികാരം. അതിനുള്ള പരമാധികാരം ഇന്ത്യക്ക് ഉണ്ട്. അതാണ് പറയുന്നത് ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനുള്ള രാഷ്ട്രത്തിനുള്ള അധികാരമാണ് 1 പറയുന്നത്, അതായത് പരമാധികാരത്തില്. 2 സ്ഥിതി സമത്വം. സമൂഹത്തിലെ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നു. സോഷ്യലിസ്റ്റ്, റഷ്യൻ വിപ്ലവമൊക്കെ പഠിക്കുമ്പോൾ സോഷ്യലിസം എന്ന് പറയുന്നത് എന്താ? അസമത്വങ്ങൾ കുറച്ചുകൊണ്ട് വരുന്നതാണല്ലോ സോഷ്യലിസം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സമൂഹത്തിലെ സാമൂഹ്യമായിട്ടുള്ളതും സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നു. സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നത് സ്ഥിതി സമത്വം. 3 മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശം. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താ? ആർക്ക് വേണേലും, അതായത് ഇന്ത്യയിലെ പൗരനായിട്ടുള്ള ആർക്ക് വേണേലും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും പറ്റും, ആ മതം പ്രചരിപ്പിക്കാനും പറ്റും. നമ്മുടെ രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തിന് ഔദ്യോഗികമായിട്ടൊരു മതവുമില്ല. ഓക്കെ. 4 പറയുന്നത് ജനാധിപത്യമാണ്. ജനാധിപത്യം എന്താ? ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്നു. അത് നമുക്കറിയാം. നമ്മളിവിടെ ഇലക്ട് ചെയ്തിട്ടാണല്ലേ നമ്മുടെ മന്ത്രിമാരെയും മന്ത്രിമാരെയൊക്കെ തെരഞ്ഞെടുക്കുന്നത്. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. റിപ്പബ്ലിക് എന്താ? രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നു. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ആരാ? രാഷ്ട്രപതിയാണ്. നമ്മളിത് പറഞ്ഞു. അപ്പം എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ലക്ഷ്യങ്ങൾ? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് പരമാധികാര, സ്ഥിതി സമത്വം, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്, ഈ വാക്കുകളാണ്. അപ്പൊ പരമാധികാരം എന്താ? ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരമാണ്. അതുപോലെ സ്ഥിതി സമത്വം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നു. മതേതരത്വം ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശം. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. ജനാധിപത്യം എന്താണ്? ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടപ്പാക്കുന്നു. റിപ്പബ്ലിക് രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നു. മൗലിക കർത്തവ്യങ്ങൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന്റെ അവകാശങ്ങൾ ഉറപ്പു നൽകിയിട്ടുള്ളതുപോലെ മൗലിക കർത്തവ്യങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. ഓരോ പൗരനും ഉറപ്പായി നിറവേറ്റേണ്ട കർത്തവ്യങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനും മൗലിക കർത്തവ്യങ്ങൾ പൗരന്മാരെ പ്രേരിപ്പിക്കുന്നു. ഓരോ പൗരനും അവകാശങ്ങൾ അനുഭവിക്കുന്നതിനൊപ്പം കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹം സുഗമമായി മുന്നോട്ട് നീങ്ങുന്നത്. അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെയാണ്. കടമകൾ കൂടാതെ അവകാശങ്ങൾക്ക് നിലനിൽപ്പില്ല. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നിങ്ങളുടെ വിവിധ പാഠപുസ്തകങ്ങളിൽ നൽകിയിട്ടുണ്ട്. അവ കണ്ടെത്തി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അത് പിള്ളേരോടാണല്ലേ. അപ്പം മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കുറേ അവകാശങ്ങളുണ്ട്. മൗലിക അവകാശങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് കുറേ മൗലിക കർത്തവ്യങ്ങളും കൂടി ഉണ്ട്. നമ്മൾ നിറവേറ്റേണ്ട
അതായത് ഓരോ പൗരനും ഉറപ്പായി നിറവേറ്റേണ്ട കർത്തവ്യങ്ങളാണ് മൗലിക കർത്തവ്യങ്ങളിൽ പറയുന്നത്. അതായത് എന്താണ്, മൗലിക കർത്തവ്യങ്ങളും മൗലിക കടമകളും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെയാണെന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. അതായത് ഈ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനും മൗലിക കർത്തവ്യങ്ങൾ പൗരന്മാരെ പ്രേരിപ്പിക്കുന്നു. ഓക്കെ, ഇത്രയാണ്. അപ്പം ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കാൻ പറയുന്നത് എന്താ? അത് ഈ 51A പറയുന്നത്. അതായത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ ആർട്ടിക്കിൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറയാം. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ ആർട്ടിക്കിൾ എത്രയാണ്? ഇത് പാർട്ട് 4A വരുന്നത്. ആർട്ടിക്കിൾ 51A ആണ്. ആർട്ടിക്കിൾ 51A ആണ്. പാർട്ട് 4A മൗലിക കർത്തവ്യങ്ങൾ പറയുന്നത്. മൗലിക കർത്തവ്യങ്ങൾ പിന്നീട് ആഡ് ചെയ്ത, ഭരണഘടന വന്നപ്പോൾ ഇതില്ലായിരുന്നു, പിന്നീട് ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്നിട്ടുള്ള ആർട്ടിക്കിളാണ്. അത് 42ാം അമെൻമെൻ്റ് ആക്ടിലാണ് വരുന്നത്. 1976 42ാം അമെൻമെൻ്റ് ആക്ടിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ വരുന്നത്. അതായത് പാർട്ട് 4A കൂട്ടിച്ചേർക്കുന്നത്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 51A കൂട്ടിച്ചേർക്കുന്നത്. ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കാൻ പറയുന്നത് ഏത് ആർട്ടിക്കിളാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. 51A സബ് ക്ലോസ് A സബ് ക്ലോസ് എയിലാണ് പറയുന്നത്. 51A അതുപോലെ പ്രകൃതിയെ സംരക്ഷിക്കാൻ പറയുന്നുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കാൻ പറയുന്നത് പ്രകൃതിയെയും വന്യജീവികളെയും തടാകങ്ങൾ, വനങ്ങൾ ഇതിനെയെല്ലാം സംരക്ഷിക്കാൻ പറയുന്നത് 51AG ആണ്. 51AG. അതുപോലെ പറയുന്നുണ്ട് ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക എന്ന്. സാംസ്കാരിക പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത് എന്താണ്? 51F ആണ്. 51F ഇത് പറയുന്നത്. 51AF ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്തതിലേക്ക് പോകാം. നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇവിടെ കുറച്ച് വാർത്തകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കൊളാഷിൽ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം. വരയാടുകളെ സംരക്ഷിക്കാൻ പ്രത്യേക ദേശീയോദ്യാനം. പുരാതന കോട്ടകളുടെ സംരക്ഷണം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തു. സാമ്പത്തിക സാമൂഹ്യ പിന്നോക്കക്കാരായവർക്ക് സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പാക്കുന്നു. ഓക്കെ, ഇതിനകത്ത് പറഞ്ഞേക്കുന്നതെല്ലാം പറയുന്നുണ്ട്. ഇവിടെ തൊട്ട് പറയാം. സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടം തത്വങ്ങൾ രാഷ്ട്രഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായി നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയാണ് നിർദ്ദേശക തത്വങ്ങൾ. ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതാനും നിർദ്ദേശക തത്വങ്ങളാണ് മുകളിൽ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാ? സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യവേതനം അനുവദിക്കുക. രാജ്യത്ത് വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുക. ദേശീയ പ്രാധാന്യവും ചരിത്രപരമായ മൂല്യവുമുള്ള എല്ലാ സ്മാരകങ്ങളെയും സംരക്ഷിക്കുക. സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ നീതിയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുത്തുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. ജനങ്ങളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും രാഷ്ട്ര പുരോഗതിക്കും നിർദ്ദേശക തത്വങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ ഗവൺമെന്റ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. മൗലിക അവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ കോടതിയെ സമീപിച്ച് പരിഹാരം തേടാമെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി കോടതിയെ സമീപിക്കാനാകില്ല. ഗവൺമെന്റിന്റെയും ജനങ്ങളുടെയും ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇവ നടപ്പാക്കുന്നത്. അപ്പം നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ, DPSP എന്നൊക്കെ പറയാറുണ്ട് ഇതിനെ. ഓക്കെ, ഇത് വരുന്ന പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് 4 DPSPയെ പറ്റി പറയുന്നത്. DPSP പാർട്ട് 4 പറയുന്നത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് പറയുന്നത്?
സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം. ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത് ആർട്ടിക്കിൾ 39D. അതായത് ഡി ആണേലും ഡായ ആണേലും അവർക്ക് ജോലി ചെയ്ത എന്താണ് ഒരേ ജോലിക്ക് ഒരേ ശമ്പളം തന്നെ കൊടുക്കണം എന്നാണ് പറയുന്നത്. തുല്യ ജോലിക്ക് തുല്യ വേതനം. പിന്നെ രാജ്യത്തെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുക. എന്താ പരിസ്ഥിതി സംരക്ഷിക്കാനൊക്കെ പറഞ്ഞേക്കുന്ന ആർട്ടിക്കിള് DPSPയിൽ 48A ആണ്. പരിസ്ഥിതി സംരക്ഷിച്ചില്ലെങ്കിൽ എന്താണ് 8ന്റെ പണി കിട്ടും അല്ലേ? 48A ആണ്. ദേശീയ പ്രാധാന്യവും ചരിത്രപരമായ മൂല്യമുള്ള എല്ലാ സ്മാരകങ്ങളെയും സംരക്ഷിക്കുക. ഇത് 49ലാണ് പറയുന്നത്. പിന്നെ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ നീതിയിൽ അധിഷ്ഠിതമായൊരു വ്യവസ്ഥിതി കെട്ടിപ്പടുത്തുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. ഓക്കെ, ഇതൊക്കെയാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ നീതിയിൽ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള നീതിയിൽ അധിഷ്ഠിതമായൊരു വ്യവസ്ഥിതി കെട്ടിപ്പടുത്തുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. ഇതാണ് ഇതൊക്കെയാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടം തത്വങ്ങളാണ്. നമുക്ക് സിമ്പിളായിട്ട് പറയാം, സാമൂഹ്യ നീതി ഉറപ്പാക്കാനുള്ള ഒരു കൂട്ടം തത്വങ്ങളാണ്. ആ ഒരു തത്വങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണത്തിന് വേണ്ടി നിർദ്ദേശങ്ങളായിട്ട് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിർദ്ദേശക തത്വങ്ങൾ. അത് നിർദ്ദേശങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഭരണത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളായിട്ടാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടം തത്വങ്ങളാണ്. അപ്പോൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതാനും തത്വങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടു. ജനങ്ങളുടെ ക്ഷേമത്തിനും അതുപോലെ തന്നെ അഭിവൃദ്ധിക്കും രാഷ്ട്ര പുരോഗതിക്കും നിർദ്ദേശക തത്വങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. ജനങ്ങളുടെ ക്ഷേമത്തിന് അതുപോലെ അവരുടെ അഭിവൃദ്ധിക്ക് രാഷ്ട്ര പുരോഗതിക്കും നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ പിന്തുടരേണ്ടതുണ്ട്. നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ ഗവൺമെൻറ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ക്ഷേമ പദ്ധതികൾ അതുപോലത്തെ പദ്ധതികളൊക്കെ വരത്തില്ലേ? വികലാംഗർക്ക്, പാവപ്പെട്ടവർക്ക്, സ്ത്രീകൾക്ക്, വിധവകൾക്ക് ഇവർക്കൊക്കെ ക്ഷേമ പദ്ധതികളൊക്കെ നടപ്പാക്കുന്നത് ഈ ഒരു നിർദ്ദേശക തത്വങ്ങളുടെ ബേസിസിലാണ്. നമുക്ക് മൗലിക അവകാശങ്ങൾ ഇപ്പം ആരെങ്കിലും നമുക്ക് നിഷേധിക്കുക, ഏതെങ്കിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളോ ആര് നിഷേധിച്ചാലും അത് നമുക്ക് കോടതിയിൽ ഇടപെട്ട് അതിന് പരിഹാരം നേടാൻ പറ്റും. പക്ഷെ നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനെ കോടതിയെ സമീപിക്കാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ ജനങ്ങളുടെയും ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിലാണ്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ നിർദ്ദേശക തത്വങ്ങൾ. ഇനി നിയമവാഴ്ച. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. എന്താണ് ഇതിനർത്ഥം? ജനാധിപത്യ സംവിധാനത്തിൽ ആരും നിയമത്തിന് അതീതരല്ല, എല്ലാവരും നിയമത്തിന് വിധേയരാണ്. ജനാധിപത്യ ചിന്തയുടെ വളർച്ചയോടുകൂടിയാണ് നിയമവാഴ്ച എന്ന ആശയം ഉയർന്നു വന്നത്. നിയമവാഴ്ച അതിൻ്റെ പരിഷ്കൃതവും ആധുനികവുമായ രൂപത്തിൽ വികസിച്ചു വന്നത് ബ്രിട്ടീഷ് ഭരണഘടന അടിസ്ഥാനമാക്കിയാണ്. എല്ലാ ആധുനിക ജനാധിപത്യ രാജ്യങ്ങളും ഇന്ന് ഈ ആശയത്തെ അടിസ്ഥാനമാക്കുന്നു. നമ്മുടെ ഭരണഘടന ഈ ആശയം പരിപൂർണമായി ഉൾക്കൊള്ളുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം, നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് അല്ലേ? അവിടെ ഇപ്പം കളക്ടറാണേലും അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യനാണേലും എല്ലാവരും നിയമത്തിന് മുന്നിൽ ഒരുപോലെയാണ്. അതിനെയാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിയമവാഴ്ച അതിൻ്റെ പരിഷ്കൃതവും ആധുനികവുമായ രൂപത്തിൽ വികസിച്ചു വന്നത് ബ്രിട്ടീഷ് ഭരണഘടന അടിസ്ഥാനമാക്കിയാണ്. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് നിയമവാഴ്ച വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഇന്നുള്ള എല്ലാ ആധുനിക ജനാധിപത്യ രാജ്യങ്ങളും, അതായത് ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ഈ ആശയത്തെയാണ് അടിസ്ഥാനമാക്കുന്നത്. അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. നമ്മുടെ ഈ ഭരണഘടന ഈ ആശയം പരിപൂർണമായി ഉൾക്കൊള്ളുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി സംയുക്ത ഭരണ വ്യവസ്ഥ അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം. ന്യൂഡൽഹി ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസ്സാക്കി. ഭക്ഷ്യസുരക്ഷാ ബില്ല് പാർലമെന്റ് പാസ്സാക്കി. സംസ്ഥാന ഗവൺമെന്റുകളുടെയും പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തം
ഉറപ്പാക്കുന്നതിനുള്ള മാർഗരേഖ തയ്യാറാക്കി. വാർത്ത ശ്രദ്ധിച്ചല്ലോ. 2013 പാർലമെന്റ് അംഗീകരിച്ച നിയമമായ ഒരു പ്രധാന ബില്ലാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല്. ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഭക്ഷ്യലഭ്യത ഉറപ്പുവരുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിയമം സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റുകൾ ഇത് നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഒരു ഭരണരീതിയിലാണ് ഇന്ത്യയിലുള്ളത്. ഇത് സംയുക്ത ഭരണ വ്യവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. സംയുക്ത വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെന്റിൽ നിലനിർത്തുകയാണെങ്കിൽ അതിനെ ഏകായുക്ത ഭരണ വ്യവസ്ഥ അല്ലെങ്കിൽ യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നു. വിസ്തൃതവും പ്രാദേശിക വൈവിധ്യം നിറഞ്ഞതുമായ ഒരു രാജ്യമാണ് ഇന്ത്യ. ഈ വൈവിധ്യത്തെ ഉൾക്കൊണ്ടുകണ്ട് രാജ്യത്തെ ഒന്നിച്ചു നിർത്താൻ ഫെഡറൽ ഭരണ സംവിധാനം സഹായിക്കുന്നു. അപ്പം സംയുക്ത ഭരണവ്യവസ്ഥ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സംയുക്ത ഭരണവ്യവസ്ഥ അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പം എന്താ, ഇപ്പം ഇവിടെ തന്നിട്ടുണ്ട് 2013 ഭക്ഷ്യസുരക്ഷാ ബില്ലിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ ബില്ല് പാർലമെന്റ് പാസ്സാക്കിയത് 2013 എന്ന് നമ്മൾ ഓർത്തോണം. ഭക്ഷ്യസുരക്ഷാ ബില്ല് എന്നാണ് പാർലമെന്റ് പാസ്സാക്കിയത്? 2013. ഈ ബില്ലിൽ പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഭക്ഷ്യലഭ്യത ഉറപ്പുവരുത്തുകയാണ് ഈ ഒരു ബില്ലിൻ്റെ എയിം എന്ന് പറയുന്നത്. ഭക്ഷ്യസുരക്ഷാ ബില്ലിൻ്റെ എയിം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഭക്ഷ്യലഭ്യത ഉറപ്പുവരുത്തുകയാണ് ഇതിന് മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഈ ഒരു നിയമം സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കുന്നത്. നമുക്കറിയാം അല്ലേ? ഓക്കെ. ഇനി പിന്നെന്താ പറയുന്നത്? അപ്പം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അല്ലേ, കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെൻറ്റുകൾ അധികാരം പങ്കിട്ട് നൽകുന്ന ഒരു ഭരണരീതിയാണ് ഇന്ത്യയിലുള്ളത്. ഇതിനെയാണ് സംയുക്ത ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത്. സംയുക്ത ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത് എന്താ? കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഒരു ഭരണരീതിയാണ്. ഓക്കെ. അതുപോലെ സംയുക്ത വ്യവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെന്റിൽ നിലനിർത്തുകയാണെങ്കിൽ അതിനെ പറയുന്ന യൂണിറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ഏകായത്ത ഭരണവ്യവസ്ഥ. ഏകായത്ത ഭരണവ്യവസ്ഥ അല്ലെങ്കിൽ യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് എന്താ? കേന്ദ്രവും സംസ്ഥാനവും പ്രാദേശിക ഗവൺമെന്റുകൾ അധികാരമൊന്നും പങ്കിട്ടൊന്നും എടുക്കുന്നില്ല. എല്ലാ അധികാരവും ആർക്കായിരിക്കും? അത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും. അതിനെയാണ് ഏകായത്ത ഭരണവ്യവസ്ഥ അല്ലെങ്കിൽ യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ ഫെഡറൽ സിസ്റ്റവും അതുപോലെ യൂണിറ്ററി സിസ്റ്റവും. ഇനി റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെട്ട ഭരണഘടന. നമ്മുടെ ഭരണഘടന ഒരു പുസ്തക രൂപത്തിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ളതും എഴുതപ്പെടാത്തതുമായ ഭരണഘടനകൾ നിലവിലുണ്ട്. എഴുതപ്പെടാത്ത ഭരണഘടന എന്നതിന് പുസ്തക രൂപത്തിൽ തയ്യാറാക്കപ്പെടാത്ത ഒരു രേഖ എന്നേ അർത്ഥമുള്ളൂ. ഇത്തരം ഭരണഘടനകളിൽ ഭരണഘടനാപരമായ നിയമങ്ങൾ, ചട്ടങ്ങൾ മുതലായവ രാജശാസനങ്ങൾ, കോടതി വിധികൾ, ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ എന്നീ രൂപങ്ങളിൽ നിലകൊള്ളുന്നു. അപ്പോൾ ഈ രാജ്യങ്ങളുടെയൊക്കെ നോക്കിയാൽ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക ഒക്കെ. അതുപോലെ ഫ്രാൻസ്. എഴുതപ്പെടാത്തതാണ് ബ്രിട്ടൻ, ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂസിലൻഡ്. ഇവിടെയൊക്കെ എഴുതപ്പെടാത്ത ഭരണഘടനയാണ് ഉള്ളത്. ഓക്കെ. അപ്പം എഴുതപ്പെട്ട ഭരണഘടന, നമ്മുടെ ഭരണഘടന ഒരു പുസ്തക രൂപത്തിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ളതാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ളത് എവിടെയാണ്? ഇന്ത്യയിലാണല്ലേ. ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ളതും എഴുതപ്പെടാത്തതുമായ ഭരണഘടനകളുണ്ടല്ലോ. അപ്പം എഴുതപ്പെടാത്ത ഭരണഘടന എന്നതിന് പുസ്തക രൂപത്തിൽ തയ്യാറാക്കപ്പെടാത്ത ഒരു രേഖ എന്നേ അർത്ഥമുള്ളൂ. പുസ്തക രൂപത്തിൽ തയ്യാറാക്കപ്പെടാത്ത ഒരു രേഖ എന്നും എഴുതപ്പെടാത്തതിന് അർത്ഥമുള്ളൂ. അപ്പം
ഈ ഒരു ഭരണഘടനകളിൽ എന്താണ് ഭരണഘടനാപരമായ നിയമങ്ങൾ, ചട്ടങ്ങൾ മുതലായവ ഒക്കെ വരുന്നുണ്ട്. അതുപോലെ രാജശാസനങ്ങൾ, കോടതി വിധികൾ, ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതപ്പെടാത്ത ഭരണഘടനയിൽ വരുന്നത്. ഈ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങളും എഴുതപ്പെടാത്തതുള്ളതും ജസ്റ്റ് നോക്കിക്കോണം. ഇനി സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സ്വതന്ത്രമായ ഒരു നീതിന്യായ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. കുറ്റവാളികളെ ശിക്ഷിക്കുകയും നിയമസംരക്ഷണം ഉറപ്പുവരുത്തുകയുമാണ് നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാന ചുമതല. ഭരണകൂടത്തിന്റെ മറ്റ് രണ്ട് വിഭാഗങ്ങളായ നിയമനിർമ്മാണ സഭയുടെയും ലെജിസ്ലേച്ചറിന്റെയും കാര്യനിർവഹണ വിഭാഗത്തിന്റെയും അതായത് എക്സിക്യൂട്ടീവിന്റെയും സ്വാധീനത്തിൽ നിന്ന് നീതിന്യായ വിഭാഗം ജുഡീഷ്യറി സ്വതന്ത്രമാണ്. ഇത്തരത്തിലുള്ള സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയാണ്. ഇത്ര നോക്കിയിട്ട് പോകാം. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും സ്വതന്ത്രമായൊരു നീതിന്യായ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട് അല്ലെ. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വതന്ത്രമായൊരു നീതിന്യായ വ്യവസ്ഥ ഇന്ത്യയിൽ ഉള്ളത്. അതായത് കുറ്റവാളികളെ ശിക്ഷിക്കും, നിയമസംരക്ഷണം ഉറപ്പുവരുത്തുകയുമാണ് നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാന ജോലി എന്ന് പറയുന്നത്. മെയിനായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ? കുറ്റവാളികളെ ശിക്ഷിക്കുക, അതുപോലെ നിയമസംരക്ഷണം ഉറപ്പുവരുത്തുക. എല്ലാവർക്കും നിയമസംരക്ഷണം കിട്ടണം അല്ലേ, അത് ഉറപ്പുവരുത്തുകയുമാണ് മെയിനായിട്ടും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ജോലി. പിന്നെ ഈ ഭരണകൂടത്തിൻ്റെ മറ്റ് രണ്ട് വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് ഒരെണ്ണം ജുഡീഷ്യറിയാണ്, ഒരു വിഭാഗം എന്ന് പറയുന്നത് ജുഡീഷ്യറിയാണ്. മറ്റ് രണ്ട് വിഭാഗമാണ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്. ഈ രണ്ട് വിഭാഗങ്ങളുണ്ട്. നമുക്ക് കാല് നോർക്കാല്, ലെഗിന് പകരം ജിക്ക് പകരം ജെ ആണ്, ലെജ് എന്നോർക്കാം. അപ്പോൾ ലെജിസ്ലേച്ചർ ആദ്യം, പിന്നെ എക്സിക്യൂട്ടീവ്, പിന്നെ ജുഡീഷ്യറി, അങ്ങനെ മൂന്നായിട്ടാണ്. അപ്പം എന്താണ് ഈ ലെജിസ്ലേച്ചറിൽ നിന്നും അതുപോലെ എക്സിക്യൂട്ടീവിൻ്റെ എന്താണ് സ്വാധീനത്തിൽ നിന്നും നീതിന്യായ വിഭാഗം എപ്പോഴും, അതായത് ജുഡീഷ്യറി എപ്പോഴും സ്വതന്ത്രമാണ്. ജുഡീഷ്യറി സ്വതന്ത്രമാണ് എവിടെ നിന്നൊക്കെയാണ്? ലെജിസ്ലേച്ചറിൻ്റെയും അതായത് നിയമനിർമ്മാണ സഭയുടെയും അതുപോലെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെയും സ്വാധീനത്തിൽ നിന്നും നീതിന്യായ വിഭാഗം എപ്പോഴും സ്വതന്ത്രമാണ്. ഇത്തരത്തിലുള്ള സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനയുടെ മെയിനായിട്ടുള്ള ഒരു സവിശേഷതയാണ്, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി ചുവടെ ചിത്രീകരിച്ചിരിക്കുന്ന ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അധികാര ശ്രേണി ശ്രദ്ധിക്കുക. അപ്പോൾ സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, സബ് കോടതി, മുനിസിപ്പൽ കോടതി, സിവിൽ കേസുകൾ, മജിസ്ട്രേറ്റ് കോടതി, ക്രിമിനൽ കേസുകൾ. അപ്പം ഈ ഒരു ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അധികാര ശ്രേണിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ജുഡീഷ്യറിയുടെ അധികാര ശ്രേണിയാണ്. ഏറ്റവും മേളിൽ സുപ്രീം കോടതി, അതായത് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം എന്ന് പറയുന്നത് ഏതാണ്? സുപ്രീം കോടതിയാണ്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. അതുപോലെ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ കോടതി ഏതാ? ഹൈക്കോടതിയാണ് അല്ലേ. അപ്പൊ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഹൈക്കോടതി. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്തത് മുനിസിപ്പൽ കോടതിയാണ്. സിവിൽ മുന്നിലാണെന്ന് ഓർത്താൽ മതി. സിവിൽ മുന്നിൽ. അങ്ങനെയാണ് സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആരാണ്? മജിസ്ട്രേറ്റ് കോടതി, മുനിസിപ്പൽ കോടതിയാണ്. ഓക്കെ, സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് മുനിസിപ്പൽ കോടതിയാണ്. മജിസ്ട്രേറ്റ് കോടതി ക്രിമിനൽ കേസുകളാണ്. ഓക്കെ, ക്രിമിനൽ കേസുകളുമായി താഴ്ന്ന കോടതി ചോദിച്ചാൽ മജിസ്ട്രേറ്റ് കോടതിയാണ്. മജിസ്ട്രേറ്റ്. ഓക്കെ, ഇനി കുട്ടികൾക്കുള്ള ഇതാ, അത് നമുക്ക് വേണ്ട. ഇനി ഭരണഘടന ഭേദഗതി. ഒരു പേപ്പർ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നുള്ള വ്യവസ്ഥ മൗലിക അവകാശത്തിന്റെ ഭാഗമാക്കി. പത്രവാർത്ത കണ്ടല്ലോ, ശ്രദ്ധിച്ചല്ലോ. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമായിരുന്നോ? ഇത് അങ്ങനെ ആയിരുന്നില്ലെന്നും പിന്നീട് മൗലിക അവകാശമാക്കിയതാണെന്നും നാം നേരത്തെ പഠിച്ചുവല്ലോ. അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പരാമർശം ഭരണഘടനയിൽ എവിടെയാണ് ഉണ്ടായിരുന്നത്? 2002 പാർലമെന്റ് അവതരിപ്പിച്ച
ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമായത്. ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും നടത്താറുണ്ട്. ഇതിനെ ഭരണഘടനാ ഭേദഗതി എന്നാണ് വിളിക്കുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താൻ പാർലമെന്റിന് അധികാരമുണ്ട്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഒരിക്കലും മാറ്റാൻ കഴിയില്ല. സ്വത്തവകാശം ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലികാവകാശമായിരുന്നു. എന്നാൽ പിന്നീട് അത് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശം അല്ലാതെയായി. ഭരണഘടനാ ഭേദഗതി എന്താണ്? നമ്മുടെ വിദ്യാഭ്യാസ അവകാശത്തെ പറ്റി ആദ്യം പറയുന്നുണ്ട്. വിദ്യാഭ്യാസ അവകാശത്തെ പറ്റി അത് എന്താണ്? ആ ഒരു അവകാശം 2002 പാർലമെന്റ് അവതരിപ്പിച്ച ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമായി ആക്കിയതെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ എന്താണ്? സ്വത്തവകാശം ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക അവകാശമായിരുന്നു. പിന്നീട് എന്താണ്? 44-ാം ഭരണഘടനയിലൂടെ അതെന്തായി? മൗലിക അവകാശം അല്ലാതായി തീരുന്നുണ്ട്. ഓക്കെ, ഇതും 42-ാം ഭേദഗതി കേട്ടോ. 42-ാം ഭേദഗതിയാണ്. 1900 ആണോ? അല്ല, സോറി, ഇത് 44-ാം ഭേദഗതിയാണ്. 1978 44-ാം ഭേദഗതിയിലാണ് ഇത് സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതാക്കി തീർത്തത്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സംഘടനകളും സ്ഥാപനങ്ങളും ഭരണഘടന അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ഇന്ത്യക്കാരായ നാം ഓരോരുത്തരും ഭരണഘടന അനുസരിച്ച് ജീവിക്കാനും ഭരണഘടന കാത്തു സൂക്ഷിക്കാനും ബാധ്യസ്ഥരാണ്. അപ്പം ഇതിവിടെ പറഞ്ഞല്ലോ. എന്താണ്? ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും എല്ലാം നടത്താറുണ്ട് അല്ലേ? അപ്പം ഇതിനെ എന്താണ്? ഭരണഘടനാ ഭേദഗതി എന്നാണ് വിളിക്കുന്നത്. ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താ? ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കലും ഒഴിവാക്കലുകളും ഒക്കെ ചെയ്യാറുണ്ട്. ഇതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് ഭരണഘടനയിൽ മാറ്റം വരുത്താൻ ആർക്ക് അധികാരമുണ്ട്? പാർലമെന്റിന് അധികാരമുണ്ട്. ഒരാൾക്ക് മാത്രമേ അധികാരമുണ്ട്. പാർലമെന്റിന് മാത്രമേ കാലഘട്ടത്തിനനുസരിച്ച് ഭരണഘടനയിൽ മാറ്റം വരുത്താൻ അധികാരമുള്ളൂ. എന്നാൽ എന്താ? ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇതാണ് ഭരണഘടനാ ഭേദഗതി പറയുന്നത്. ഇത്രേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. 7-ാം ക്ലാസ്സിൻ്റെ 10ാമത്തെ ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? നമ്മുടെ ഭരണഘടന എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പം ഈ ഒരു ചാപ്റ്റർ എല്ലാവരും പുസ്തകമായിട്ട് വെച്ച് ഒന്ന് പഠിച്ച് നോക്കുക. അപ്പം ശരി, കാണാം. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.